ഹായ് ഓൾ, എല്ലാവർക്കും സ്മാർട്ട് പ്രോ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോറോഡ് ഐഡിയാസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു രാജ്യം അവിടുന്ന് എന്തൊക്കെ എടുത്തു അന്നങ്ങനെ പറയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ കുറച്ച് കോഡുകളിലൂടെയും കണക്ഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യാണ് അതവിടെ പഠിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു കഴിയണം. ഇനി ഇതിൻ്റെ മേലെ എന്ത് ചെയ്യേണ്ടി വരരുത്, എഫേർട്ട് ഇടേണ്ടി വരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഭരണഘടനയിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഒരേപോലത്തെ ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ, അതായത് വളരെ എളുപ്പമുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് എന്ത് ഈ പറഞ്ഞ ബോറോഡ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഒരു മാർക്ക് വളരെ സുഖമായിട്ട് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അതായത് PSC സ്ഥിരമായിട്ട് ചോദിച്ചതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ വേണ്ട, ആവശ്യമില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്നതുണ്ട്, അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, PSC ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പിക്ക് സെറ്റ് ആവും. അപ്പം നമ്മൾ കടമെടുത്ത ആശയങ്ങൾ എന്ന് അല്ലെങ്കിൽ നമ്മൾ കട്ടെടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഇൻസ്പയർഡ് ആയി എന്ന് പറയാം അല്ലേ. കാരണം എന്താണ്, നമ്മൾ അത് അതേപോലെ മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിലുള്ള പ്രൊവിഷൻസ് അതേപോലെയല്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട തരത്തിലും നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി, നമ്മുടെ ആവശ്യകതകൾക്കനുസരിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭരണഘടന തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു അല്ലേ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഏകദേശം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകളിലൂടെ കടന്നുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു പിക്ചർ ഉണ്ട്. അതായത് എല്ലാം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല, ഓരോ രാജ്യത്തു നിന്നും എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത്, ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് മറന്നുപോകും. അതുപോലെ തന്നെ എക്സാം ഹോളിൽ എത്തുമ്പോൾ ഇത് ഏത് രാജ്യം എന്നുള്ളത് നമ്മളോട് മാറിപ്പോവുകയും ചെയ്യും. അപ്പം ഞാനിതിവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുമല്ല, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഈ ഒരു ടേബിൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് ഉറപ്പിക്കാൻ പോവാണ്. നോക്കിക്കേ, നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് രാജ്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. യെസ്, ബ്രിട്ടൻ അല്ലെങ്കിൽ UK അല്ലെ, ഇംഗ്ലണ്ടിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ബ്രിട്ടനിൽ നിന്നും നമ്മൾ കടം എടുത്ത ആശയങ്ങൾ നമ്മൾ ആർക്കും കൊടുക്കാറില്ല, നമ്മൾ എടുക്കാറേ ഉള്ളൂ അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജും പൃഥ്വിരാജിനെ ആൻഡ്രിയനൊക്കെ കാണാം. അവസാനം അവരെ ഓർത്തിരിക്കരുത് കേട്ടോ. അപ്പം നമ്മളൊന്നൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ മനസ്സിൽ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചർ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോന്നും പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ വർഷങ്ങളോളം ഭരിച്ചിരുന്നത് ആരാണ്, ബ്രിട്ടൻ ആണ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നമുക്കറിയാം പ്രസിഡൻഷ്യൽ സിസ്റ്റം, സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെന്ററി സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ പാർലമെന്ററി സിസ്റ്റം ആണ് അല്ലേ. അതെടുക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ എന്താണ്, നമുക്ക് പരിചയമുള്ളത് എന്താ, പാർലമെന്ററി സിസ്റ്റം. കാരണം ബ്രിട്ടന് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രിട്ടനിൽ എന്താണ് പാർലമെന്ററി സിസ്റ്റമാണ്, അവരിവിടെ കൊണ്ടുവന്നതും അത് തന്നെയാണ് അല്ലേ. ഇവിടെ ഭരണ സംവിധാനത്തിലൊക്കെ എന്ത് തന്നെയാണ് ഈ പാർലമെന്ററി സിസ്റ്റം ആണുള്ളത്. അപ്പം നമുക്ക് അതായത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യം എന്നുള്ളതിലുപരി ഈ പറഞ്ഞ നമുക്ക് പരിചയമുള്ള ഒരു സിസ്റ്റം എന്താണ്, പാർലമെന്ററി സിസ്റ്റം ആണ് എന്നുള്ളതും എന്താണ് ഈ പറഞ്ഞ പാർലമെന്ററി സിസ്റ്റം നമ്മൾ കടമെടുക്കുന്നതിൽ കാരണമായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്, അപ്പം ആദ്യം നമുക്ക് കിട്ടി, നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്, നമ്മുടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉറപ്പായിട്ടും പാർലമെന്റ് എന്താ ചെയ്യുന്നത്, നിയമം നിർമ്മിക്കല്ലേ. അപ്പൊ നിയമനിർമ്മാണ നടപടിക്രമവും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്, ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ പാർലമെന്റ് എന്താണ്, 2 സഭകൾ ചേർന്നതാണ് അല്ലെ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണുള്ളത്, ലോകസഭയുമുണ്ട് രാജ്യസഭയുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എന്താണ് ദ്വിമണ്ഡല ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, നമ്മൾ ഫോർമാറ്റ് മാറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില അക്ഷരപെശകളാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ ക്യാബിനറ്റ് സിസ്റ്റം, നമ്മളെവിടെ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഈ എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരാണോ, അല്ല അല്ലെ. അതായത് മന്ത്രിസഭയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആരൊക്കെ മന്ത്രിമാര് ചേർന്നതാണ് എന്ത് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ ആരാ, പ്രധാനമന്ത്രി. അപ്പോൾ ഉറപ്പായിട്ടും അതും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്, ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഇനി നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമവാഴ്ച റൂൾ ഓഫ് ലോ, അതായത്
നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഭരിക്കുന്നവനെന്നോ ഭരിക്കപ്പെടുന്നവനെന്നോ ഒന്നും വ്യത്യാസമില്ല. ആരും എന്തല്ല, നിയമത്തിന് അതീതരല്ല, അതായത് നിയമത്തിന്റെ മേലെയല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ നിയമം വായിച്ച എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ്, ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ഒക്കെ നടത്താൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെ, FPTP സിസ്റ്റം അല്ലെങ്കിൽ ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതും നമ്മൾ എന്ത് തന്നെ അവിടെ നിന്ന് തന്നെ. അതുപോലെ പാർലമെന്റിലാണല്ലേ, ലോക്സഭയിലാണ് എന്ത് സ്പീക്കറുള്ളത്, അപ്പൊ സ്പീക്കർ സിസ്റ്റവും നമ്മൾ അവിടെ നിന്ന് തന്നെ. ഇനി ഏക പൗരത്വം, നമുക്ക് ഒരൊറ്റ പൗരത്വം ഉള്ളൂ. ഇപ്പൊ നമുക്ക് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് പൗരത്വം ഇല്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ഇന്ത്യൻ പൗരത്വം നിലനിൽക്കെ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി പോകും. ഇപ്പൊ അമേരിക്കയിലൊന്നും അങ്ങനെയല്ല അല്ലെ, ഇരട്ട പൗരത്വം അല്ലെ, വേറെ രാജ്യത്തിന്റെ പൗരത്വം ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഏക പൗരത്വം എന്ന് പറഞ്ഞ സിസ്റ്റവും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് കടം കൊണ്ടത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. ഇനി CAG അല്ലെ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഈ ഒരു പോസ്റ്റും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ റിട്ടുകളും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്തല്ലേ, നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നാലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡൊന്ന് പഠിക്കാം. ഞാൻ എപ്പോഴും കോഡിനേക്കാൾ ഉപരി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാന്ന് പറയുന്നത് കണക്ഷൻസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ എക്സാമുകളിൽ സമയം എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഒരു കോഡൊക്കെ പഠിച്ച് നമ്മൾ കോഡൊക്കെ ഡീകോഡ് ചെയ്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, സമയം എടുക്കും. ചിലപ്പോൾ കോഡേ നമുക്ക് ചിലപ്പോൾ മറന്നു പോകും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കണക്ഷൻസിൽ, ഇപ്പം നമ്മളിപ്പോൾ ബ്രിട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ കുറെ കാലം ഭരിച്ചു, അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എന്തായി ആദ്യം തന്നെ നമ്മൾ പാർലമെന്ററി സിസ്റ്റം ഓർക്കുന്നു. അപ്പൊ പിന്നെ പാർലമെന്റ് എന്താണ്, നിയമം നിർമ്മിക്കുന്നു അല്ലെ. അപ്പൊ ലോക്സഭയിൽ ആരായിരിക്കുന്നത്? നമ്മുടെ സ്പീക്കറാണ്. അതുപോലെ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്ന 2 സഭകൾ ചേർന്നതാണ്. അപ്പൊ നിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കണക്ഷനിലൂടെ ഇപ്പൊ ഓർമ്മയുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു കോഡ് ഒരു പാട്ട് പഠിക്കാം. പൗരൻ നിയമം തിരുക്കാൻ ബ്രിട്ടനിലെ CAGയുടെ ക്യാബിനറ്റിൽ പോയി. ഇപ്പൊ ആരില്ല, CAG അവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ കണ്ട സ്പീക്കർക്ക് എന്ത് ചെയ്തു, 2 റിട്ട് അങ്ങ് കവറിലിട്ട് കൊടുത്തു. എന്താ നമ്മുടെ കോഡ്? പൗരൻ നിയമം തിരക്കാൻ വേണ്ടിയിട്ട് എവിടെയാ പോയത്? ഇന്ത്യയിലൊന്നും പോരാ പുള്ളിക്കാരൻ, എവിടെ പോകണം? ബ്രിട്ടൻ തന്നെ പോകണം. അങ്ങനെ ബ്രിട്ടനിലെ CAGയുടെ ക്യാബിനറ്റിലാണ് പോകുന്നത്. പക്ഷെ അവിടെ CAG ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, സ്പീക്കർക്ക് 2 റിട്ട് അങ്ങട് കവറിലിട്ട് കൊടുത്തു. ആളെ കാണാത്ത ദേഷ്യത്തിൽ എന്ത് ചെയ്തു, 2 റിട്ട് അങ്ങട് എടുത്തു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോഡ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഏക പൗരത്വം എന്നുള്ളത് കിട്ടി അല്ലെ. നിയമം എന്നുള്ളതിൽ നിയമനിർമ്മാണം കിട്ടി. ബ്രിട്ടനിൽ നിന്നാണ് ഇത് എടുത്തത്. CAG സിസ്റ്റം, ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കർക്ക് എത്ര റിട്ടാ കവറിലിട്ട് കൊടുക്കുന്ന? 2 റിട്ട് അല്ലെ. അപ്പോ നമ്മൾ എന്ത് പഠിച്ചു? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അതുപോലെ തന്നെ റിട്ടുകളും എവിടെ നിന്ന് തന്നെയാണ്? ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ നമുക്ക് ഇതിങ്ങനെ കിട്ടും, റിട്ടൺ ബ്രിട്ട് എന്നുള്ള ആ ഒരു പ്രാസൊപ്പിച്ച് പറയുന്നതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. പിന്നെ കവറിലിട്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും കിട്ടും. അപ്പൊ പൗരൻ നിയമം തിരക്കാൻ ബ്രിട്ടനിലെ CAGയുടെ ക്യാബിനറ്റിൽ പോയി സ്പീക്കർക്ക് 2 റിട്ട് അങ്ങ് കവറിലിട്ട് കൊടുത്ത് തിരിച്ചങ്ങ് പോന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം എടുത്തത്. ഇനി നമ്മൾ അമേരിക്കയിൽ നിന്നാണ് അല്ലെ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക അമേരിക്കയാണ് അല്ലെ. അപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കടമെടുത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മൗലികാവകാശം അല്ലെ, അതായത് ഒരു പൗരന് ഒരു തരത്തിലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത കുറച്ച് അവകാശങ്ങളാണ് എന്ത്, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലികാവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, ഇനി നീതിന്യായ പുനഃപരിശോധന അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആക്ഷൻസ്, ഇതെല്ലാം ഭരണഘടനാനുസൃതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? കോടതിയാണ് അല്ലെ. അപ്പൊ അതാണ് എന്ത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നതും എവിടെ നിന്ന് തന്നെയാണ്? നമ്മൾ അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ് നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റിന് കാര്യമായി പണിയില്ല, അപ്പോഴാണ് നമുക്ക് വൈസ് പ്രസിഡന്റ് ഉള്ളത് അല്ലേ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. വൈസ് പ്രസിഡന്റിന് കുറച്ച് ഉണ്ട്, പക്ഷെ ശരിക്ക് പറയുന്ന പോലത്തെ അത്രയും അധികാരങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖം അമേരിക്ക, അത് പിന്നെ ആലോചിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ. ആമുഖം അമേരിക്ക.
ആമുഖം, നല്ലൊരു പ്രാസ് ഒപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മൗലികാവകാശം, ആ മാ എന്നുള്ളത് വെച്ച് നമുക്ക് കിട്ടും അല്ലെ. പിന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതായത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇപ്പം ലെജിസ്ലേച്ചറിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ അണ്ടറിലോ എന്നല്ല, സെപ്പറേറ്റ് തന്നെയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന എല്ലാത്തിനെയും എക്സിക്യൂട്ടീവിനെ തിരുത്തുന്നുണ്ട് അല്ലെ, പാർലമെന്റിനെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. തിരുത്തുക എന്നുള്ളപ്പം തിരുത്തുക എന്നുള്ളതല്ല, അതായത് രണ്ടിനും കൃത്യമായിട്ടുള്ള ഒരു അധികാര പരിധി ഉണ്ട്. ഒന്നിന്റെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൽ കൈകടത്താനോ ഒന്നും പാടില്ല. പക്ഷെ എന്നാൽ എന്താണ്, ജുഡീഷ്യറിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്ന രീതി, ഇതും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അമേരിക്ക, ആമുഖം, മൗലികാവകാശം, ഇത്രയും നമുക്ക് കിട്ടും. അതുപോലെ നീതിന്യായ പുനഃപരിശോധന ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ബാക്കിയുള്ളവരുള്ളതിൽ പരിശോധിക്കുകയാണല്ലോ നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത്, ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ഒക്കെ ആക്ഷൻസ്. അപ്പോൾ അമേരിക്കക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ അമേരിക്കയെ ലോക പോലീസ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. അമേരിക്ക എല്ലായിടത്തും കയറി ഇടപെടും അല്ലെ. അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ആരെടുക്കുന്ന തീരുമാനം എന്ത് ചെയ്യും, അമേരിക്ക എന്ത് ചെയ്യും, പുനഃപരിശോധന നടത്തും. ശരിയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടും നീതിന്യായ പുനഃപരിശോധന. പിന്നെ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, ഈ പറയുന്ന അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ശരിയും നീതിയും ഒക്കെ ഉണ്ടെങ്കിലും അമേരിക്കക്കാരുടേതായിട്ടുള്ള ഒരു നീതിയാണ് അല്ലെ, നമുക്കറിയാം. അപ്പൊ അമേരിക്ക എപ്പോഴും സ്വതന്ത്രമായിട്ട് അവരുടെ തീരുമാനങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യക്കൊന്നും നമുക്കൊക്കെ പരിധി ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് വീക്ക്നെസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹിക്കുന്ന പോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല. അവരത്രയും വളരെയധികം പവർഫുൾ ആണ് എല്ലാ തരത്തിലും, രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ നീതി നടപ്പാക്കാം. അങ്ങനെ ആലോചിക്കാം. അപ്പൊ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. ഇനി നമുക്ക് വേണ ഒരു ചെറിയൊരു കോഡ് പഠിക്കാം. അമ്മൂന് മാല കിട്ടി, നീത്തൂന് വൈരം കിട്ടി. രണ്ടാൾക്കും കിട്ടിയപ്പോ എന്തായി, സ്വസ്ഥായി. അപ്പൊ അമ്മു എന്നുള്ളതിൽ നിന്ന് അമേരിക്കയാണ് എന്നും ആമുഖമാണ് എന്നുള്ളതും നമുക്ക് എന്ത് കിട്ടും അല്ലെ. പിന്നെ അതുപോലെ മാല എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് കിട്ടുന്നു, മൗലികാവകാശങ്ങൾ എന്നുള്ളത് നമുക്ക് കിട്ടും. നീതു എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്താ, നീതിന്യായ വ്യവസ്ഥ കിട്ടും അല്ലെ. വൈരം എന്നുള്ളതിൽ നിന്ന് വൈസ് പ്രസിഡന്റ് അല്ലെ. പിന്നെ സ്വസ്ഥം എന്നുള്ളതിൽ നിന്ന് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വസ്ഥം എന്നുള്ളതിന് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. നീതു എന്നുള്ളതിൽ നിന്ന് നമുക്ക് നീതിന്യായ പുനഃപരിശോധനയാണ്, നീതിന്യായ പുനഃപരിശോധന. ഓക്കെ. അപ്പൊ അമ്മൂന് മാല കിട്ടി, നീത്തൂന് വൈരം കിട്ടി, സ്വസ്ഥായി. അമ്മു എന്നുള്ളതിൽ അമേരിക്കയും ആമുഖവും പെട്ടു. മാല മൗലികാവകാശം, നീത്തു എന്നതുള്ളതിൽ നിന്ന് നീതിന്യായ പുനഃപരിശോധന കേട്ടോ. നീതിന്യായ ഇവിടെ നമുക്ക് നീതി എന്നൊക്കെ, നീതിന്യായ പുനഃപരിശോധന. വൈരം എന്നുള്ളതിന് വൈസ് പ്രസിഡന്റ്, അതിന്റെ കൂടെ തന്നെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റും ഓർത്ത് വെക്കുക. പിന്നെ സ്വസ്ഥം എന്നുള്ളതിൽ നിന്ന് നമുക്ക് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ചിലപ്പോൾ എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല, എപ്പോഴും കണക്ഷനാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതൊക്കെ ഒന്ന് ചിലപ്പോൾ നമുക്ക് എന്താ നമ്മുടെ എക്സാം ഹോളിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ച് പോവാ. അമ്മൂന് മാലയും കിട്ടി, നീത്തൂന് വൈരവും കിട്ടി. അതോടുകൂടി രണ്ടുപേർക്കും സ്വസ്ഥം ആയി. അപ്പൊ എന്തൊക്കെയാ, ആമുഖം അല്ലെ. ആമുഖം നമ്മൾ അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശം കിട്ടി, നീതിന്യായ പുനഃപരിശോധന, പിന്നെ അതുപോലെ തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, വൈസ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. അടുത്ത രാജ്യം ഞാൻ പേര് പറയണ്ട അല്ലെ. യെസ്, കാനഡയിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത് അല്ലെ. ഇപ്പൊ ജാനവൻ സിനിമയിൽ പിന്നെ നമ്മുടെ ബേസിൽ എവിടെ നിന്നാണ് വരുന്നത്, കാനഡയിൽ നിന്നാണ് വരുന്നത്. അപ്പം കാനഡയിൽ നിന്നാണ് അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന ആശയം നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണ്, കാനഡയിൽ നിന്നാണ്. കാനഡ ഫെഡറൽ. അപ്പം കാനഡ ഡാ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ കണക്ട് ചെയ്താൽ മതി. കാനഡ ഫെഡറൽ സിസ്റ്റം. അപ്പൊ നമുക്കറിയാം ഇന്ത്യ ഒരു പക്കാ ഫെഡറൽ സിസ്റ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മളെ KC വേർ വിശേഷിപ്പിച്ചത് ക്വാസി ഫെഡറൽ നിന്നാണ്. നമ്മുടെ ഭരണഘടനയിൽ എവിടെയും നമ്മൾ ഫെഡറൽ ആണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. എന്നാൽ പക്കാ ഫെഡറലും അല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെക്കാത്തത്. ഒരേ സമയം ഫെഡറൽ സ്വഭാവവും അതുപോലെ തന്നെ യൂണിറ്ററി സ്വഭാവവും നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും തുല്യ അധികാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
കേന്ദ്ര ഗവൺമെന്റിന് അധികാരം കൂടുതലുണ്ട് അല്ലെ, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് എന്ത് നമുക്ക് ഉള്ളത്. അപ്പം കാനഡ ഫെഡറൽ. പിന്നെ അവശിഷ്ടാധികാരം അല്ലെങ്കിൽ റെസിഡ്വറി പവേഴ്സ്, അവശിഷ്ടാധികാരം അല്ലെങ്കിൽ റെസിഡ്വറി പവേഴ്സ് എന്താണ്? അതായത് നമുക്കറിയാം ലിസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകളിലൂടെയാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിൽ അധികാര വിഭജനം നടത്തുന്നത്. അപ്പൊ യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങൾക്ക് ആർക്കാണ്? യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് നിയമം നിർമ്മിക്കാം. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൺകറന്റ് ആണ് രണ്ടു കൂട്ടർക്കും നിയമം നിർമ്മിക്കാം. ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ആർക്ക് നിയമം നിർമ്മിക്കാം? നമ്മുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ആ ഒരു വിഷയങ്ങളാണ് നമ്മൾ എന്തെന്ന് റെസിഡ്വറി പവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവശിഷ്ടം എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അവശിഷ്ടവും നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അവശിഷ്ടവും നമ്മൾ എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അതുപോലെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാം നമുക്ക് ഇനി ഓർമ്മ ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ചിലത് നമുക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം അർദ്ധ ഫെഡറൽ അല്ലെ, ഫെഡറൽ ഡാ എന്ന് ആലോചിച്ചാൽ മതി. ഫെഡറൽ കാനഡ, അവശിഷ്ടവും കാനഡ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എന്താണ്? കാനഡ. കൺകറന്റ് നമ്മൾ ഓസ്ട്രേലിയ എന്നാണ്. അത് നമുക്ക് പറയുമ്പം അതെന്തായാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അത് മറന്നുപോയില്ല, നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ജർമ്മനിയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക എന്താണ്? നാസിസവും ഹിറ്റ്ലറും ഒക്കെയാണ്. കുപ്രസിദ്ധി ആണെങ്കിലും പുള്ളിക്കാരനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓർമ്മ വരിക അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ആ ഒരു ഹിറ്റ്ലറെ തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാം ഹിറ്റ്ലർ എന്താ അവിടെ ഒരു വല്ലാത്തൊരു അടിയന്തര കാലഘട്ടമാണ് അല്ലെ. ഈ പിന്നെ നമ്മുടെ ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചിരുന്ന ഒരു കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ ആലോചിക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത്. ഇവിടെ കുറെ പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഈ അടിയന്തരാവസ്ഥ കടം കൊണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നല്ലേ എന്നുള്ളത്. പക്ഷേ PSC ചോദിച്ച സമയത്തൊക്കെയും എന്ത് തന്നെയാണ്? ജർമ്മനി തന്നെയാണ്. അതായത് ഇങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് എന്നൊന്നും എടുത്തു ചോദിക്കാറില്ല. അടിയന്തരാവസ്ഥ എവിടെ നിന്ന് കടം കൊണ്ടു? ജർമ്മനിയിൽ നിന്ന് കടം കൊണ്ടു എന്ന് തന്നെ ചോദിക്കാറുള്ളൂ. അപ്പൊ അതെന്താന്ന് വെച്ചാല്, അതായത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന അടിയന്തരാവസ്ഥ എന്നുള്ള കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ ഒരു സ്പെഷ്യൽ അതിൽ തന്നെയുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത്? ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ജർമ്മനിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ജർമ്മനിയിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി. അപ്പം ആ ജർമ്മനിയിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ഭരിച്ച കാലം എന്ന് പറയുന്നത് ആകെ പ്രശ്നമല്ലേ, മൊത്തം ഒരു അടിയന്തര ഘട്ടമാണ്. അപ്പൊ പിന്നെ അടിയന്തരാവസ്ഥ ജർമ്മനി എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല. ഇനി ഓസ്ട്രേലിയ, ഇതും സ്ഥിരം ചോദിക്കുന്നതാണ് അല്ലെ. ഓസ്ട്രേലിയ എന്ന് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരും ഒന്നുകിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ കങ്കാരു. ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. കാരണം കങ്കാരുവിനെ ഒന്നും നമ്മൾ എപ്പോഴും കാണുന്നതല്ല അല്ലെ. നമുക്ക് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പോലും നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ കങ്കാരുവിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും അത് രണ്ടാണെന്ന് ആലോചിക്കാം. കങ്കാരു ഒരൊറ്റ ജീവിയാണ്, പക്ഷെ അത് എപ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ വയറ്റിന്റെ അവിടെയുള്ള സഞ്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് എപ്പോഴും രണ്ടാൾക്കാരാണ്. അപ്പം ഓസ്ട്രേലിയ എന്ന് എടുത്ത എല്ലാം ഒരു രണ്ട് എന്നുള്ളത് ആലോചിക്കുക. കങ്കാരു എന്ന് ആലോചിക്കുമ്പോൾ അവിടെ രണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. അപ്പൊ കൺകറന്റ് ലിസ്റ്റും രണ്ടു കൂട്ടർ നിയമനിർമ്മാണം നടത്തുന്നതാണ്. കങ്കാരു എന്ന് ആലോചിച്ചാലും കിട്ടും, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യും? ഇത് കിട്ടും. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് ഉണ്ട്. എന്താണ്? സാധാരണഗതിയിൽ ലോക്സഭയും രാജ്യസഭയും കൂടെ എന്താ ചെയ്യുന്നത്? വെവ്വേറെയാണ് സമ്മേളിക്കുന്നത്. പക്ഷെ ഇവർക്കൊരു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജോയിന്റ് സിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ സംയുക്ത സമ്മേളനത്തിൽ. അപ്പൊ ഇവരെന്ത് ചെയ്യും? രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചിരിക്കും. അപ്പൊ ഇവിടെയും രണ്ടാളാണ്. അപ്പൊ എന്താ? സംയുക്ത സമ്മേളനവും നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ സംയുക്ത സമ്മേളനത്തിന്റെ ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ 108, അതും ഇങ്ങനെ 2-0 സംയുക്തമായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യില്ല, മാറിപ്പോലും. 108ഉം 110 ആയിട്ട് എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ ആവണ്ട. സംയുക്ത സമ്മേളനം എന്താണ്? 108ആണ്. അതായത് 2-0 ജോയിന്റ് ആയിട്ടാണ്, രണ്ടു കൂട്ടരും അല്ലേ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ഓസ്ട്രേലിയ കങ്കാരു എന്ന് ആലോചിച്ചാൽ രണ്ടാൾക്കാരെ എന്നുള്ളത് നമുക്ക് കിട്ടും. അവിടെ കൺകറന്റ് ലിസ്റ്റും സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് കടം കൊണ്ടത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടത്. ഇനി കഴിയാനായി കുറച്ചുകൂടെ ഉള്ളൂ. അടുത്തത് നമ്മൾ ഏതാ നോക്കാൻ പോകുന്നത്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് എപ്പോഴും ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. എന്താണ് അയർലൻഡ്? യെസ്, നിർദ്ദേശക തത്വങ്ങളാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യം. അപ്പം അതിങ്ങനെ ആലോചിച്ചാൽ മതി. അയർലൻഡ് എന്താണ്?
4 അക്ഷരമാണ് അല്ലേ, 1 2 5 അക്ഷരം ഉണ്ട് അല്ലേ. അയർലൻഡ് DPSP അല്ലേ, DPSP. അപ്പം അയർലൻഡും DPSPയും കൂടെ കണക്ട് ചെയ്യുക. DPSP അയർലൻഡ്, DPSP അയർലൻഡ്, DPSP അയർലൻഡ്. അപ്പം നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. അപ്പം DPSP എന്നതിൻ്റെ ഫുൾ ഫോം അറിയില്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചുരുക്ക ഫോർമാറ്റാണ് DPSP എന്ന് പറയുന്നത്. അപ്പം നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അയർലൻഡിൽ നിന്ന് കടം കൊണ്ടു. അതുപോലെ പ്രസിഡന്റ് നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റിന് 12 പേര് എന്ത് ചെയ്യാൻ പറ്റും? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും അല്ലെ. കലാശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 12 പേര് എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഈ ഒരു സിസ്റ്റവും നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്ന് തന്നെയാണ്? അയർലൻഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. പക്ഷേ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എവിടെ നിന്നായിരുന്നു പുറത്താക്കുന്നത്? അത് നമ്മൾ അമേരിക്കയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അത് മാറിപ്പോകരുത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അമേരിക്ക ആണല്ലേ പല രാജ്യങ്ങളിലെയും മറ്റേ ഭരണാധികാരികളെ വരെ ചിലപ്പോൾ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? പുറത്താക്കുന്നതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ പുറത്താക്കുന്ന എപ്പോഴും അമേരിക്കയ്ക്ക് ആരെയും പുറത്താക്കുന്ന ഒരു വിഷയമല്ല. അങ്ങനെ ആലോചിക്കുക, അമേരിക്കയാണ് മെയിൻ ആൾ, എല്ലാവരും പുറത്തൊക്കെ ആക്കി കളയും. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് നമുക്ക് കിട്ടും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് നമ്മൾ അയർലൻഡിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്. അപ്പം സൗത്ത് ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നെൽസൺ മണ്ടേലിനെയാണ് എന്ത് ചെയ്യുക ഫസ്റ്റ് ഓർമ്മ വരിക. അപ്പം നമ്മുടെ ഭേദഗതിയാണ് ചോദിക്കാറുള്ളത്. അതായത് നമ്മുടെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക. അപ്പൊ ഇത് 2 വാക്കില്ലേ, ദക്ഷിണ ആഫ്രിക്ക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ആ 2 വാക്ക് ഭരണഘടന ഭേദഗതി. എപ്പോഴും ഭരണഘടനയല്ലേ ഭേദഗതി ചെയ്യുന്നത്? ഭരണഘടനാ ഭേദഗതി ദക്ഷിണ ആഫ്രിക്ക. അപ്പം ഇവിടെ ബായാണ്, ഇവിടെ ദായാണ്, എന്നാലും ഒരുപോലെ ഉണ്ട്. അതുപോലെ തന്നെ 2 വാക്കുണ്ട്. അങ്ങനെ നമുക്ക് ആലോചിക്കാം. അതുപോലെ ബാക്കി രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? ആഫ്രിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. നമുക്ക് ഫ്രഞ്ച് വിപ്ലവം, ഈഫൽ ടവർ അല്ലെ എവിടെയാണ്? ഫ്രാൻസ് ആണ് അല്ലെ. ഫ്രാൻസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇവിടെ നിന്നാകെ നിങ്ങൾ ഇത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. റിപ്പബ്ലിക് എന്ന ആശയം നമ്മുടെ ആമുഖത്തിലുള്ള കുറച്ച് വാക്കുകളുണ്ട് അല്ലെ. റിപ്പബ്ലിക്, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി അല്ലെ. ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ഫ്രാൻസിൽ നിന്നാണ്. എന്തൊക്കെയാണ്? റിപ്പബ്ലിക്, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. അപ്പം ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മുദ്രാവാക്യമാണ് ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. അപ്പൊ അത് ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എവിടെ നിന്ന് തന്നെയാണ്? ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാം. ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, റിപ്പബ്ലിക് എവിടെ നിന്നാണ്? ഫ്രാൻസ് എന്നാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ മറന്നൊന്നും പോവില്ല, എന്തായാലും കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമ്മുടെ റഷ്യയിൽ നിന്നാണ്. റഷ്യ എന്നായിരിക്കും ഇപ്പൊ നമുക്ക് മനസ്സിൽ പുട്ടിനാണ് അല്ലെ വരിക. പുട്ട് അല്ലെ. അപ്പം ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ നമുക്കറിയാം റഷ്യ പണ്ട് USSRന്റെ ഭാഗമായിരുന്നു അല്ലെ. USSR തകർന്നപ്പം അതേ സ്ഥാനത്ത് നമ്മൾ കാണുന്നത് റഷ്യയാണ് അല്ലെ. അപ്പം നമുക്കറിയാം USSR സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ആരാണ്? USSR ആണ്. അപ്പം നമുക്കറിയാം സോഷ്യലിസം കുറച്ചും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സോഷ്യലിസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാജയമാണെന്ന് USSRന്റെ തകർച്ചയോടുകൂടി മനസ്സിലായിട്ടുള്ളതാണ്. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അത് ജസ്റ്റിഷ്യബിൾ ഒന്നുമല്ല. കോടതിയിൽ പോയിട്ട് സ്ഥാപിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരാൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി മൗലിക കടമ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പൊ കുറച്ചും കൂടെ എന്താണ് ഒരു ത്വാത്വികമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് അങ്ങനെ ആലോചിക്കാം. വലിയ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ചെയ്യണം എന്നാണ് അല്ലെ. അങ്ങനെ അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകൾ, മൗലിക കടമകൾ എവിടെ നിന്നാണ്? നമ്മൾ റഷ്യയിൽ നിന്നാണ്. PSC റഷ്യ എന്നും ആൻസർ കൊടുത്തിട്ടുണ്ട്, USSR എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 ആയി കഴിഞ്ഞാലും എന്താണ്? ശരിയാണ്. അതുപോലെ ജസ്റ്റിസ് എന്നുള്ള ആശയം, നീതി. നമ്മൾ സോഷ്യലിസം ശരിക്കും എന്താ കൊണ്ടുവരുന്നത്? നീതിയാണ് അല്ലെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ജസ്റ്റിസ്. അപ്പൊ നമ്മുടെ ആമുഖത്തിൽ ജസ്റ്റിസ് എന്നുള്ള വാക്കുണ്ട്. അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ജസ്റ്റിസ് ആണ് ആമുഖത്തിൽ പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് എന്ത് നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇതും എന്താണ്? PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നീതിയാണ് നമ്മുടെ ആമുഖത്തിൽ പറയുന്നത്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റിസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്.
ഇനി നമ്മൾ ലാസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കുള്ള ഒരു വിമർശനങ്ങളിൽ ഒന്നാണ് എന്ത്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു പതിപ്പ് തന്നെയാണ്, പിന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ കടം കൊണ്ടത്, ഇത് ചോദിക്കുന്നത് വളരെ കുറവാണ്. ഫെഡറൽ കോടതി, അതുപോലെ PSC, ഗവർണർ ഒക്കെ നമ്മൾ എവിടെ നിന്നാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. അപ്പോൾ ഗവർണർ, ഇപ്പൊ PSC, ഗവർണർ, ഫെഡറൽ കോടതി ഒക്കെ എവിടെ നിന്നാണ് ഇത് ചോദിച്ചിട്ടുണ്ട്. ഫെഡറൽ കോടതി എവിടെ നിന്നാണ്, ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, നിങ്ങൾക്ക് പഠിച്ചു സെറ്റാണ്, ഇനി ഒന്നും ആലോചിക്കേണ്ട എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് ഓടിച്ചെടുത്ത് നോക്കിയാൽ മതി. അല്ലാതെ ഇതിന്റെ ഒന്നും മേലെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരുപാട് സമയം ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഒന്നുകൂടെ പറയാം കേട്ടോ, ഒന്നും കൂടെ കൺസൾട്ടേറ്റ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിയമനിർമ്മാണ പ്രക്രിയ എവിടുന്നാണ് നിങ്ങൾ പറഞ്ഞേ, നമുക്കറിയാം നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. അത് പാർലമെന്ററി സിസ്റ്റം നമ്മൾ എവിടെ നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ. അപ്പോൾ 1, 4 അപ്പം ബാക്കി 3 ഓപ്ഷൻസിലും 4 വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിൽക്കട്ടെ. സ്വതന്ത്ര നീതി ന്യായ വ്യവസ്ഥ, ഏറ്റവും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന രാജ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്, അമേരിക്കയാണ് എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ലെ. അപ്പം അമേരിക്ക 2, 3 വരുന്നു. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ഫെഡ ഡാ ആലോചിച്ചാൽ മതി, കാനഡ കിട്ടും. 3, 2 അല്ലെ, 3, 2 അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്നാൽ നമുക്ക് ബാക്കി നോക്കാം അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ, DPSP അയർലൻഡ്. നമ്മുടെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ, കിട്ടി, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡിയാണ് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഏക പൗരത്വം, ഒരൊറ്റ പൗരത്വം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. അത് ശരി തന്നെയാണ്. പിന്നെ പൗരൻ എന്താ തിരക്കാൻ പോയത്, നിയമം തിരക്കാൻ പോയെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അതില് പൗരത്വം. ഭരണഘടന ഭേദഗതി 2 വാക്കുണ്ട് അല്ലെ, 2 വാക്കുണ്ട്. അപ്പം എവിടെ നിന്നാണ്, അത് ഉറപ്പായിട്ടും കാനഡയാണോ, അല്ല, നമുക്കറിയാം അത് ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ്. അങ്ങനെ ആലോചിക്കുക, സൗത്ത് ആഫ്രിക്ക 2 വാക്കായിട്ട് ആലോചിക്കാം. അപ്പൊ നമ്മളോട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 2 ആൻസർ ഓപ്ഷനിൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഒന്നെന്തായാലും വരുമല്ലോ. അടിയന്തരാവസ്ഥ നമ്മൾ എവിടെ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആരുടെ കാലത്താണ്, ഹിറ്റ്ലർ അല്ലേ. അടിയന്തര പരിപാടികളൊക്കെ ചെയ്തു വെച്ച ആളാണ്. അപ്പൊ എവിടെയാണ്, ജർമ്മനിയാണ് അല്ലെ. അപ്പൊ ഇതും തെറ്റാണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ 3 ഒഴിവാക്കി. മൗലിക കടമകൾ USSR എന്നല്ലേ, ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതുപോലെ ജസ്റ്റിസ് എന്നുള്ളതും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ 1, 4 നമുക്ക് ആൻസർ കിട്ടി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എന്നാ ചോദിച്ചേ. എന്താണ് റിപ്പബ്ലിക്, ആലോചിച്ചേ, ഏതോ രാജ്യം റിപ്പബ്ലിക് ആയില്ലേ. അത് കഴിഞ്ഞ് ഈക്വാളിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, യെസ്, ഫ്രഞ്ച് അല്ലെ, ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നല്ലേ, ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അമേരിക്കയിൽ നിന്നാണോ, അല്ല, അത് ഫ്രാൻസ് ആണ്, നമുക്കറിയാം. അത് വേറെ ആർക്കും നമ്മൾ കൊടുക്കില്ല അല്ലെ. അപ്പൊ ശരി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. 2 വരുന്നൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ തന്നെ നമുക്ക് ആൻസർ എന്ത് ചെയ്തു, കിട്ടി. അപ്പൊ നമുക്കറിയാം 3 എന്തായാലും ശരിയാണ്. നിയമം തിരക്കാനല്ലേ പൗരൻ ബ്രിട്ടനിൽ പോയത്, ആണ്. അപ്പൊ നിയമവാഴ്ച അല്ലെ, നിയമവാഴ്ച എവിടെയാണ്, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ കടം എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എന്നാണ്. അടിയന്തരാവസ്ഥ ജർമ്മൻ ഭരണഘടന അല്ലെ. കണ്ണും പൂട്ടി നമുക്ക് ആൻസർ ചെയ്യാം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഇനി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടതിൽ ശരിയായതാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞത്. പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടനാണ്, നിയമവാഴ്ച ബ്രിട്ടനാണ്,
അല്ലെ മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ്? അത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. പാർലമെന്ററി സമ്പ്രദായം, നിയമ വാഴ്ചയാണ് അല്ലെ ആൻസർ ശരിയായത്. അപ്പം നമ്മൾ ബ്രിട്ടനിൽ നിന്ന് പ്രധാനമായിട്ടും പറഞ്ഞത് എന്തൊക്കെയാണ്? ഏക പൗരത്വം പറഞ്ഞു അല്ലെ, പാർലമെന്ററി സിസ്റ്റം പറഞ്ഞു, നിയമനിർമ്മാണം പറഞ്ഞു, പിന്നെ എന്താ നിയമ വാഴ്ച പറഞ്ഞു, CAG സ്പീക്കർ, റിട്ട്, ക്യാബിനറ്റ് സിസ്റ്റം എല്ലാം എന്താണ്? ബ്രിട്ടൻ ആണ്. അപ്പൊ ഞാനും ഇതൊക്കെ എന്ത് തന്നെയാണ് ആദ്യം പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇത് പുതിയ കാര്യം തന്നെയായിരുന്നു. ഞാൻ ഇതുപോലെ കണക്ട് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർത്ത് പറയുന്നത്. അതുപോലെ അമേരിക്കയിൽ നിന്നാകുമ്പോൾ നമ്മൾ പറഞ്ഞു ലോക പോലീസാണ്, എല്ലാം മെയിൻ ആണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ്, പ്രസിഡന്റിനെ പുറത്താക്കുന്നത് അല്ലെ, മൗലികാവകാശങ്ങൾ, ആമുഖം ഒക്കെ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. പിന്നെ ജർമ്മനി പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞു. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ 2 വരുന്നത് അല്ലെ, കൺകറന്റ് ലിസ്റ്റും അതുപോലെ തന്നെ സംയുക്ത സമ്മേളനവും പറഞ്ഞു. പിന്നെ ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? റിപ്പബ്ലിക്കും ഈക്വാളിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്നുള്ളത്. കാനഡയിൽ നിന്ന് എന്താണ്? അവശിഷ്ട അധികാരം, നമ്മൾ കാനഡയിൽ നിന്നാണെന്ന് പറഞ്ഞു. അവശിഷ്ടമാണ് കാനഡ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനവും എവിടെയാണ്? കാനഡയാണെന്ന് പറഞ്ഞു. പിന്നെ PSC, ഗവർണർ, ഫെഡറൽ കോടതിയൊക്കെ ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങൾ കമന്റ് ചെയ്താലാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം അതുകൊണ്ടാണ് ലാഗൊക്കെ ഒന്നാമത്തത് വരുന്നത്. ക്ലാസ് ഇടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നെറ്റിന്റെ പ്രശ്നം വരും നിങ്ങൾക്കറിയാം. പിന്നെ കറണ്ട് പോക്കുണ്ട് അല്ലേ. അതുപോലെ സൗണ്ട് ഭയങ്കര, പുറത്തേക്ക് സൗണ്ട് ഭയങ്കര കൂടുതലാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് ക്ലാസ് ഇടാത്തത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയത്തിനനുസരിച്ചും നമ്മളെ സാഹചര്യത്തിനനുസരിച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഒക്കെ ഇടുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മൾ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാറുണ്ട് ടെലഗ്രാമിൽ. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്ര പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതല്ല, മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇത് അറിയോ അറിയില്ലേ എന്നൊക്കെ മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആ പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.